ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മുളകിട്ട മീൻകറിയാണ്. തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായി ചൂടാകുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയുടെ കളറൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 15 അല്ലി ചെറിയ ഉള്ളി മുറിച്ചത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 3 മിനിറ്റ് നേരം ഇളക്കിയതിന് ശേഷം നമുക്കിതിനകത്തേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുക്കുന്നത് 2 പച്ചമുളക് നീളത്തിലരിഞ്ഞതാണ്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒരു 3 മിനിറ്റ് നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പഴുത്ത തക്കാളി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളി 2 ഗ്ലാസ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായി കുറുകിയിട്ടുണ്ട് കറി. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 തണ്ട് കറിവേപ്പിലയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി മീൻ ഇട്ട് കൊടുക്കാം. ഞാൻ 500 ഗ്രാം മത്തിയാണ് എടുത്തിരിക്കുന്നത്. മത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മത്തി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.